ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശരി 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 നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞൊരു വാചകമുണ്ട്. കേരളത്തിലെ പുതുപ്പള്ളി എന്ന് പറയുന്ന കുഗ്രാമം അദ്ദേഹം പറഞ്ഞ വാക്കാണ്. വാചകം വേണമെങ്കിൽ തിരുത്തിക്കൊള്ളു. എന്നിട്ട് പുതുപ്പള്ളി എന്ന് പറഞ്ഞ കുഗ്രാമത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് പറയണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇനി അവര് പറഞ്ഞെന്താണെന്ന് അറിയാമോ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഞങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രാമപ്രദേശം എന്നാണ് പറഞ്ഞത്. 8 പഞ്ചായത്തുള്ള നിയോജകമണ്ഡലം എന്നാണ് പറഞ്ഞത്, അല്ലാതെ കുഗ്രാമം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത വാക്ക് താങ്കൾ പറയരുത്. ദയവ് ചെയ്ത് വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞ എന്താണ്, പുതുപ്പള്ളി എന്ന് പറയുന്നത് 8 പഞ്ചായത്തുകളുള്ള ഒരു പ്രദേശം, ഒരു നിയോജകമണ്ഡലമാണെന്നാണ് പറഞ്ഞത്, ഗ്രാമീണ മേഖലയാണെന്നാണ് പറഞ്ഞത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതായത് കുഗ്രാമം എന്ന് പറഞ്ഞോ? ഈ വാചകം കേരളത്തിലെ പുതുപ്പള്ളി എന്ന് പറയുന്ന കുഗ്രാമം എന്ന് പറയുന്ന വാചകം എന്താണ്? കുഗ്രാമമാണെങ്കിൽ എന്താ കുഴപ്പം? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് എന്നെ അറ്റാക്ക് എനിക്ക് തിരിച്ചിട്ട് കാണിച്ചാ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ശ്രദ്ധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്, അദ്ദേഹം കുഗ്രാമം എന്നൊരു പദപ്രയോഗം നടത്തിയിട്ടില്ല. ഗ്രാമീണ മേഖല എന്നേ ഉള്ളൂ. അത് വിടൂ, നടത്തിയിട്ടില്ല. അല്ല അങ്ങനെയാണെങ്കിൽ അല്ല, നാളെ നമുക്ക് ചർച്ചയ്ക്ക് ഞാൻ അങ്ങോട്ട് തരാം. ഈ പറയുന്ന ഹെൻറി ഓസിൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാരെ ഇത്ര വലിയ കുഗ്രാമം എന്ന് പറഞ്ഞാൽ തന്നെ അതിലെന്താ കുഴപ്പം? കുഗ്രാമം എന്ന് പറഞ്ഞാൽ അശ്ലീജ പദമൊന്നും അല്ലല്ലോ. അല്ലെ, കുഗ്രാമം എന്ന് പറയുന്ന അശ്ലീജ പദമാണോ? ആണോ? ചർച്ച മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നത്. താങ്കൾ പറഞ്ഞു വരുന്നതനുസരിച്ച് കുഗ്രാമം എന്ന് പറഞ്ഞാൽ വലിയൊരു മോശമായ ഗ്രാമീണ മേഖല എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇനി 10 മിനിറ്റ് സമയം മാത്രമേ കേൾക്കൂ. കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു ഞങ്ങൾ സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട്. എന്റെ പൊന്നു സാറേ, ഇന്ത്യ മഹാരാജ്യത്തിൽ 540 സീറ്റ് ഉള്ളിടത്ത് നിങ്ങളിത് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തി. 37 സീറ്റേ ഉള്ളൂ പാർലമെന്റിൽ. പ്രതിപക്ഷം പോലും ഇല്ല. പ്രതിപക്ഷ പദവി പോലും ഇല്ലാത്ത CPM എത്ര സീറ്റുണ്ട്? ലജ്ജയില്ലേടെ? CPM എത്ര സീറ്റുണ്ട്? എത്ര സീറ്റുണ്ട്? അതാണോ CPM? 40 എംപിമാരുണ്ടായിരുന്ന CPM എത്ര എംപിമാരുണ്ട്? അല്ല, UPA 1 ത്രിപുരയിൽ എവിടെയുണ്ട്? ത്രിപുരയിലെ 3000 വോട്ടാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തി. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു CPM-ന്റെ അവസ്ഥ? കോൺഗ്രസ് നിന്റെ എന്ത് കഷ്ടം? ശ്രീ ആയുർ ബിജു ചോദിച്ചോളൂ. 2019 കേരളത്തിൽ നടന്ന 20 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പിൽ എന്താണ് അവസ്ഥ? 9 സീറ്റിലും ദയനീയ പരാജയമല്ലേ? 35 വർഷം ഭരിച്ച ബംഗാളിൽ എന്താ അവസ്ഥ? അവതാരകനായി വരുമ്പോൾ 35 വർഷം ഭരിച്ച ബംഗാളിൽ എന്താ അവസ്ഥ? ത്രിപുരയിൽ എന്താ അവസ്ഥ? ത്രിപുരയിൽ എന്താ അവസ്ഥ? രോഹിണി ആരാണ്? ഷാജഹാനാണോ രോഹിണിയാണോ? ഷാജഹാനാ ചോദിച്ചത്. സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിടത്ത് 5 സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. CPM എവിടെയുണ്ട്? CPM എവിടെയുണ്ട്? മനസ്സിലേക്ക് എഴുതി പോകാൻ നോക്ക്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മാറിയിട്ട് ഷാജഹാനെ അവതാരകനാക്കണം. ഷാജഹാൻ ചോദിക്കട്ടെ. ശ്രീ ആയുർ ബിജു, ഞാൻ ചോദിച്ച ചോദ്യം അതിന് ഉത്തരം താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ, മറ്റ് പാനലിസ്റ്റുകളുടെ കാര്യത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവരൊന്നും മറുപടി പറയില്ലല്ലോ. ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് LDF ഉൾക്കൊണ്ട പാഠം എന്ത്? അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്തിന് മുഖ്യമന്ത്രി മൗനം തുടരുന്നു? അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ
എന്താ ഉറക്കം വരുന്നു. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇനി ചർച്ചകൾക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ സാമാന്യം വിവരത്തിന്റെ മിനിമം വിവരമുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാൾ മരണത്തിന്റെ വ്യാപാരിയാണെന്ന് പറയുന്നവനെ അപ്പോഴേ അവിടുന്ന് മൈക്ക് ഓഫ് ആക്കി ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത്. ശ്രീ ഷാജഹാൻ ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് ലജ്ജ തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ശ്രീ ഷാജഹാൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ആയുർ ബിജു, ദയവായി വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ദയവായി നമുക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ മാറ്റി നിർത്താം. പ്ലീസ് ശ്രീ ആയുർ ബിജു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല. നിർത്തി അവമാനിക്കുവാണെന്ന്. ചർച്ചയിലേക്ക് ഞാൻ ക്ഷമ ചോദിക്കില്ല. ഞാൻ പറയുന്നു, ഇയാൾക്ക് ഈ ചർച്ചയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയുമില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അവിടെ ഇരിപ്പുണ്ട്. ആ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ നിശബ്ദത പാലിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഉമ്മൻചാണ്ടിയുടെ മരണം വിറ്റ് കാശാക്കിയെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ ചോദ്യം ചെയ്യാനുള്ള മര്യാദ കോൺഗ്രസുകാരനെ കാണിക്കേണ്ടത്. അയാൾ കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ വിവരമില്ലാത്ത ആളുകളെ, ഇതുപോലെ സാമാന്യ ബോധമില്ലാത്ത ആളുകളെ നിങ്ങൾ ദയവീതിയിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു വന്ധ്യ വയോധികൻ, ആ വന്ധ്യ വയോധികൻ മരിച്ച തെരഞ്ഞെടുപ്പിൽ ആ വന്ധ്യ വയോധികന്റെ മരണം വിറ്റ് കാശാക്കിയെന്നൊക്കെ പറഞ്ഞു. പിൻവലിക്കാൻ പറയൂ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ശ്രീ ഷാജഹാൻ, ദയവായി ചർച്ചയുമായി സഹകരിക്കുക. ദയവായി നമുക്ക് തൽക്കാലം വ്യക്തിപരമായ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ശരി, നമുക്കെത്താം. ശ്രീ ആയുർ ബിജു, ശ്രീ കെ എം ഷാജഹാൻ, ദയവായി ചർച്ചയുമായി മനുഷ്യന്റെ മരണം വിറ്റ് അയാളുടെ തലയിൽ നെല്ലിക്കത്തളം വെക്കണം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. സമനില തെറ്റിപ്പോയി. ശ്രീ ഷാജഹാൻ, നമുക്ക് ആരോഗ്യകരമായ മറുപടി. ഉമ്മൻചാണ്ടിയുടെ മരണം വിറ്റ് കാശാക്കിയെന്നുള്ളതിനോട് അവരാരും യോജിക്കുന്നുണ്ടോ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.